Good night, Vaave. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉറക്കപ്പിച്ചിലുണ്ട്, അത്ര എണീറ്റതേ ഉള്ളൂ. ഇത് കണ്ണൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്, ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്, ഒന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് ഫ്രഷ് ആയിട്ട് വേണം താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ താഴെ പോയി കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ എനിക്ക് ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ ഉറക്കം തന്നെ ശരിയായിട്ടില്ല. എന്തൊക്കെയോ ചിന്തകളാണ് മനസ്സിലൂടെ ഇങ്ങനെ കടന്ന് പോകുന്നുണ്ടായത്. അതുകൊണ്ട് ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണവും ഉണ്ട്, പിന്നെ മൊത്തത്തിലൊരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് താഴേക്ക് പോവാം. ചെരുപ്പൊക്കെ ഇട്ട് വെള്ളം കുപ്പിയൊക്കെ എടുക്കുന്നുണ്ട്. നീച്ചൂട്ടി ഒന്ന് ഉറക്കം എണീറ്റിട്ടുണ്ട്, എന്നാലും കുറച്ച് നേരം കൂടെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പിങ്കിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ. നീച്ചൂട്ടിൻ്റെ ഫ്രണ്ടാണ് പിങ്കി. അപ്പോൾ ഞാൻ ഒച്ചയാക്കാതെ പോകുന്നുണ്ട്. നീച്ചൂട്ടി ഏട്ടൻ്റെ കൂടെ താഴേക്ക് വന്നോളും. ഏട്ടൻ എണീറ്റ് ബാത്റൂമിൽ പോയിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ ചെയ്യണം എല്ലാം. നീച്ചൂട്ടിനെ നേരത്തെ എണീപ്പിക്കേണ്ടതൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഇന്ന് എന്നാ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് നിച്ചൂട്ടിന്റെ പരിപാടിയാണ്. അംഗനവാടി കലോത്സവം ഉണ്ട്. അപ്പൊ അംഗനവാടികൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ. അപ്പൊ നിച്ചുവിന്റെ ഡാൻസും പാട്ടും എല്ലാം ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്തിട്ട് പോകണം. ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ടെൻഷനും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണുള്ളത്. കുഞ്ഞു മക്കളല്ലേ, അപ്പൊ നമ്മള് ഇന്ന് പ്രാക്ടീസ് ചെയ്താലും അവിടെ പോയിട്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. ആദ്യത്തെ സ്റ്റേജാണ്. നിച്ചൂട്ടി ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജ് കയറിയിട്ട് എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എങ്ങനെയാവുന്നൊന്നും അറിയില്ല, നമുക്ക് പോയി നോക്കാം. എല്ലാ മക്കളും കൂടെ 10 മണിയാകുമ്പോൾ എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്നാണെങ്കിൽ ചെറിയൊരു ചാറ്റൽ മഴയെല്ലാം ഉണ്ട് രാവിലെ തന്നെ. ഇനി മഴ അങ്ങോട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പം ഏതായാലും നിച്ചുനെ വേഗം റെഡിയാക്കിയിട്ട് നമുക്ക് പോവാം. നിച്ചൂട്ടിക്കാണെങ്കിൽ കറക്റ്റ് സമയത്ത് കഫക്കെട്ടും ജലദോഷവും എല്ലാം ആയിട്ട് 3-4 ദിവസം അംഗൻവാടി പോവാനും കഴിഞ്ഞിട്ടില്ല. ഇന്നലെയാണ് ഏകദേശം ഒന്ന് ഓക്കെ ആയിട്ട് ഒന്ന് അംഗൻവാടി പോയിട്ട് ജസ്റ്റ് ഫൈനൽ പ്രാക്ടീസും കഴിഞ്ഞിട്ട് വന്നത് കേട്ടോ. ആ കറക്റ്റ് സമയം നമുക്ക് ജലദോഷം പിടിച്ചു. അതുകൊണ്ട് പിന്നെ പറയേ വേണ്ട. ഇതാണ് ഡാൻസിന്റെ ഡ്രസ്സ്, അതെല്ലാം ഞാൻ സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ആ ബാത്റൂമിൽ ഇരിക്കുന്നുണ്ട്. ഓ ആയപ്പോ ഞാൻ വരുന്നു. ഇത് ഡാൻസിന്റെ ലുങ്കിയും ഒരു തോർത്തും കുഞ്ഞു ബ്ലൗസെല്ലാം ഉണ്ട്. കുറച്ച് ലൂസെല്ലാം ഉണ്ടായിരുന്നു. ഇന്നലെ സായിമ കറക്റ്റ് ആക്കി തന്നു. ഇതാ കുഞ്ഞു ബ്ലൗസ്, ഇതാണ് അവരുടെ ഡ്രസ്സ്. ബാക്കിയുള്ളതെല്ലാം ടീച്ചറെ അടുത്ത് ഒരുമിച്ചാന്നുള്ളത്, അങ്ങോട്ടേക്ക് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് നമ്മൾ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അലത്ത് സാധനങ്ങളെല്ലാം ഞാനിതൊരു പൗച്ചിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാം. സമയം 8:35. വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. 10 മണി കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അതുകൊണ്ട് വലിയ തിരക്കാക്കാനില്ല. എന്നാലും നിച്ചോട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ ഇഡലിയും ചട്നിയും എല്ലാം എടുത്തിട്ടുണ്ട്. നിച്ചോട്ടിക്ക് ഇതാ ഒരു മുട്ടയപ്പം വാങ്ങിച്ചിട്ടുണ്ട്. അതിനമ്മ പഞ്ചായത്ത് പോയപ്പോൾ അത് കഴിക്കുമായിരിക്കും. ഇഷ്ടമില്ല എന്തെങ്കിലും എല്ലാം കഴിച്ച് വയറ് നിറച്ച് കൊണ്ടുപോകണമല്ലോ. നിച്ചുട്ടി, ആർ യു എക്സൈറ്റഡ്? യെസ്. പരിപാടിക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ഉള്ള നിച്ചുട്ടിന്റെ പരിപാടി? ബ്ലൗസാ അല്ലടാ, എന്തെല്ലാം പരിപാടികളുള്ളേ? ഡാൻസ് ഉണ്ട്. പിന്നെ പാട്ടുണ്ട്, ആംഗ്യ പാട്ടുണ്ട്, പിന്നെ കഥയുണ്ട്. ആ എല്ലാം അടിപൊളിയായിട്ട് പാടുകയൊക്കെ ചെയ്യില്ലേ? ഡാൻസ് അടിപൊളിയായിട്ട് കളിക്കൂലേ? അമ്മനെ സന്തോഷിപ്പിക്കൂലേ? ഓക്കെ, സെറ്റ് ബുച്ച്. അപ്പൊ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കാൻ ഞാൻ ജസ്റ്റ് ഡ്രസ്സ് മാറി നിച്ചൂട്ടിനെ റെഡിയാക്കുവന്നേ. പണ്ട് ചെറുതുണ്ടാകുമ്പോൾ കലോത്സവത്തിനെല്ലാം പോയ ഒരു ഫീലാണ് കേട്ടോ എനിക്കിപ്പോൾ കിട്ടുന്നത്. അംഗനവാടിയിലെ ചെറിയ പരിപാടിയാണെങ്കിലും എനിക്ക് അങ്ങനെയുള്ളവർക്കെല്ലാം കുറച്ചും കൂടി ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പണ്ട് നമ്മൾ കലോത്സവത്തിന് പോയ പോലെ മക്കളെ കൊണ്ടുപോകുന്നതെല്ലാം നമുക്ക് അതെല്ലാം ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഒരു ഫീൽ ഉള്ളത്. പിന്നെ മൂക്കടപ്പെല്ലാം ഉള്ളതുകൊണ്ട് നമുക്കൊരു സങ്കടമുണ്ട്. ഓ ഇന്നലെ ഒരു ആവിയെല്ലാം പിടിക്കാനുണ്ടായിരുന്നു. ഇന്നത്തേക്കാണ് ഏകദേശം ഒന്നും ഓക്കെ ആയത്. നമ്മള് മിനിയാന്ന് മേടിച്ച് നല്ല പുതിയ ഉടുപ്പെല്ലാം ഇട്ടിട്ട് പോവാന്നാ വിചാരിച്ചല്ലേ വാവേ? അപ്പോഴേക്ക് ചിരിപ്പിച്ച അപ്പൊക്കെ ടീച്ചർ പറഞ്ഞു യൂണിഫോം ഇടണം. കുറെ അംഗൻവാടിയിലെ മക്കൾ ഉണ്ടാവൂലേ, അപ്പം ഇവരെ മനസ്സിലാവണ്ടേ വേറെ അതിന് വേണ്ടിയിട്ടായിരിക്കും. എന്നാലും യൂണിഫോം ഇട്ടിട്ട് നമുക്ക് സുന്ദരിയായിട്ട് പോവാം. അപ്പൊ അങ്ങനെയല്ലാണ്
അവസ്ഥകള് വേഗം മുടിയെല്ലാം കെട്ടി സുന്ദരി മണിയാക്കട്ടെ അല്ലേ? നിശ്ചിനെ നിങ്ങൾ പറയാനുണ്ടാ? എന്നാ പറയാനല്ലേ? മാവേന്റെ കാര്യ അന്ന് പറഞ്ഞോ. എന്റെ അമ്മേന്റെ കുമ്പില് ഭാവിയുണ്ട്. അതെല്ലാവർക്കും അറിയാം. വാവക്ക് എത്ര മാസമായി ഇപ്പം? ഇപ്പൊ 5 മാസം. 5 മാസം എന്നല്ലേ? ആയില്ലേ? സെറ്റ് അല്ലേ? ഞാൻ റെഡി ആവിട്ട് പറ. ഞാൻ റെഡി ആവട്ടെ, എന്നിട്ട് കാണാ. ഓക്കെ. ഞാനിവള് ദേഷ്യം പിടിക്കുമ്പോ പറയലുണ്ട്, എനിക്ക് കുറച്ച് കഴിയുമ്പോ അമ്മേന്ന് വിളിച്ചിട്ട് എന്റെ ബാക്കിൽ വരണ്ടേ, അങ്ങനെ പറയലുണ്ടേ. അതുപോലെ ഇത് മോളെ വിളിച്ചിട്ട് എന്റെ ബാക്കിൽ വരണ്ട, കള്ളി പൂച്ചയാണ് നീ. സ്റ്റിക്കർ പൊട്ട് മോക്ക് അമ്മ വെച്ച് തരില്ലല്ലോ, അത് വീണ് പോയാൽ പിന്നെ പൊട്ടുണ്ടാവൂല നെറ്റിയിൽ. അതുകൊണ്ട് അമ്മ മോക്കിപ്പോഴും കുഞ്ഞിച്ചുവിനെ പോലെ കൺമശിപ്പെട്ട വെച്ച്. കുഞ്ഞാ നല്ല ഇച്ചിട്ട് റെഡിയായാ? പോവാ, ഒച്ചല മാറിയല്ലേ. അങ്ങനെ നമ്മൾ പരിപാടിയുള്ള സ്കൂളിലെത്തിയിട്ട് ഗുരുക്കൾ സ്കൂൾ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള പാപ്പനശ്ശേരി LP സ്കൂളിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. അവിടെ എത്തിയ ഉടനെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിന്. ഇവരോട് യൂണിഫോം ഇട്ടിട്ട് പോകാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, അതാണ് ഇവരുടെ ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ട് തൂക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. എനിക്കിങ്ങനെ എന്താന്ന് പറയേണ്ടതെന്ന് അറിയില്ല. ആ സമയത്തൊക്കെ കണ്ണ് നിറയുന്ന പോലെയൊക്കെ തോന്നും. മോൾ ആദ്യമായിട്ടൊരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പം മക്കളെല്ലാം നിച്ചൂട്ടിൻ്റെ ഫ്രണ്ട്സാണ്. ശ്രീനിഹാരികി, ഇവാനി, മിസ്സിയും എല്ലാവരും ഉണ്ട്. എല്ലാം നിച്ചൂട്ടിൻ്റെ ഫ്രണ്ട്സാണ് അംഗനവാടിയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ആ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞു മക്കളുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം നിന്നു. നിച്ചൂട്ടി നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിന്. ആ പരിപാടിയെല്ലാം കണ്ടിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ മോള് കയറൂലയോ, ആൾക്കാരെ കാണുമ്പം ഉള്ള ഒരു മടിയൊക്കെ ഉണ്ട് നിച്ചുവിന്. അതുണ്ടാവുമോ, പേടി ഉണ്ടാവുമോ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കേട്ടോ. ആ ഒരു സ്റ്റേജ് ഫിയർ നമുക്ക് മാറിക്കിട്ടണമല്ലോ, എന്നാലല്ലേ നമ്മൾ പഠിച്ച കാര്യം അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ആ ഒരു ടെൻഷനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഉണ്ടായത്. അപ്പോൾ എല്ലാവരും കൂടെ കാണുന്നുണ്ട്. പിള്ളേരുടെ വെൽക്കം ഡാൻസൊക്കെ കണ്ടു. എന്നിട്ട് പിന്നെ നേരെ നിച്ചൂട്ടിൻ്റെ കഥേൻ്റെ എല്ലാം സമയമായിനെ. അപ്പം നിച്ചൂട്ടി കോഡ് നമ്പറൊക്കെ കുത്തി നിൽക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ അംഗനവാടിയിലെ യാഗ്നിക എന്ന് പറയുന്ന മോളാണ് കേട്ടോ കഥ പറയാൻ കയറിയത്. ആ മോള് നല്ലോണം പറഞ്ഞിട്ട് നല്ല ഉഷാറായിട്ട് എനർജറ്റിക്കായിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നിച്ചൂട്ടിയും കഥ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ടായിനെ. ഞാൻ നിച്ചൂട്ടീനെ മുന്നിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്ന തിരക്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ സൗണ്ട് കുറവാണ്, നിച്ചൂട്ടിക്ക് അധികം സൗണ്ട് ഉണ്ടായിട്ടാണ് പറഞ്ഞതിൽ. അപ്പോൾ കുറച്ച് മെല്ലെയാണ് പറഞ്ഞത്. അപ്പം ഓഡിയൻസിലേക്ക് അധികം സൗണ്ടിൽ കേൾക്കുന്നുണ്ടായിട്ട് ആ മോള് പറഞ്ഞത്ര. അപ്പോൾ എന്തായാലും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് പിന്നെ ഫാൻസി ഡ്രസ്സ് ഉണ്ടായിരുന്നു നമ്മുടെ അംഗൻവാടിയിൽ തന്നെ. ഇവാനി മോളുടെയും പിന്നെ ഈ അഗ്നിക മോളുടെയും ഒക്കെ ഉണ്ടായിട്ട് അതെല്ലാം കാണാൻ എന്ത് രസമാണെന്നായിട്ട് അറിയോ. ഈ കുഞ്ഞു മക്കൾ വെറുതെ പോയിട്ട് നിന്നാൽ തന്നെ നല്ല രസമായിരിക്കില്ല ഇങ്ങനെ വേഷമെല്ലാം കെട്ടിയിട്ട്. അപ്പോൾ കുറേ നേരം ഫാൻസി ഡ്രസ്സെല്ലാം നിന്ന് കണ്ടു. നിച്ചു കഥ പറഞ്ഞപ്പോൾ എനിക്ക് സത്യമായിട്ടും നല്ല സന്തോഷമായിട്ട്. ആ ഒരു മടിയൊന്നും ഇല്ലാണ്ട് പോയി പറഞ്ഞല്ല. പക്ഷെ പാട്ട് നിച്ചൂട്ടി പഠിച്ചിട്ട് പോയതാണ്, അത് പാടിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ നേരം എടുത്തു. ആ പാട്ടിൻ്റെ സ്ഥലത്ത് 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത്രയും പിള്ളേരും പിന്നെ നല്ലോണം വിശപ്പും ഉറക്കും പിന്നെ ആകെ കൂടെ ആ ജലദോഷവും എല്ലാം കൂടെ. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു നമ്മൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മേക്കപ്പൊക്കെ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് കയറി. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചപ്പോൾ നിച്ചൂട്ടി കുറച്ചൊന്ന് ഉഷാറായി, ആ ഉറക്കെല്ലാം മാറിയിട്ട്. അപ്പോൾ ഇനി കുഞ്ഞുമക്കൾ ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണുള്ളത് ഡാൻസിന് വേണ്ടിയിട്ട്. അപ്പോഴേക്കും നിച്ചു നല്ല എനർജറ്റിക് ആയി കേട്ടോ.
പിന്നെ ഡാൻസിന് വേണ്ടിയിട്ട് ഇതാ മുണ്ടും ഞാൻ രാവിലെ കാണിച്ചു തന്നിട്ടുണ്ടായിട്ട് ലുങ്കിയും ബ്ലൗസും തോർത്തും എല്ലാം ഇട്ടിട്ട് എല്ലാവരും ഒഴിഞ്ഞിട്ട് കാണുമ്പോൾ എന്ത് രസമായിട്ട് ഇങ്ങനെ കുഞ്ഞു പുഴുക്കളിലൊക്കെ ഇങ്ങനെ പെരങ്ങി കളിക്കുന്ന പോലെ ഉണ്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായിനി. മേക്കപ്പൊക്കെ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെറിയ രീതിക്ക് അങ്ങനെ ചെയ്തു കൊടുത്തു കേട്ടോ. വേറെ മേക്കപ്പ് ചെയ്യാൻ ആളൊന്നും ഉണ്ടായിട്ടില്ല. സിമ്പിളായിട്ടുള്ളതല്ലേ വേണ്ടു. ഇങ്ങനത്തെ ഒരു നാടൻ രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം അല്ലേ. അപ്പോൾ ഈ ഒളിയുന്ന ഡ്രസ്സെല്ലാം ആകുമ്പോൾ കുഞ്ഞുമക്കൾക്ക് ഇടാൻ ഭയങ്കര ചൊറിച്ചൽ ഇതൊക്കെ പറഞ്ഞിട്ട് ഇടൂല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡാൻസ് തന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതാ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റേജിലേക്ക് പോവാം. ഇവരുടെ ഡാൻസിന് പുല്ലും കത്തിയും എല്ലാം ആവശ്യമുണ്ട്. അതെല്ലാം എടുത്തിട്ട് ടീച്ചർ നടക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ എല്ലാം കുഞ്ഞുമക്കളെല്ലാം നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാവരെയും അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ നിർത്തുന്നുണ്ട്. നിച്ചുട്ടി ഡാൻസ് കളിക്കൂലോ എന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആ പാട്ട് പാടുന്ന സമയത്തുള്ള വാശി കണ്ടിട്ട്. എന്താണെന്ന് വെച്ചാൽ ഡാൻസ് കളിച്ചിട്ടെങ്കിൽ പിന്നെ ബാക്കി കുട്ടികളെയും കൂടെ ബാധിക്കുമല്ലോ. അത് മൊത്തത്തിൽ അങ്ങ് ബാധിക്കൂലേ. അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയം ആകുമ്പോഴേക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മക്കളെല്ലാം കളിക്കുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്തി. ഓരോ ഓർഡറിനനുസരിച്ച് ഹൈറ്റൊക്കെ അനുസരിച്ച് നിർത്തിയിട്ട് കുറേ ഫോട്ടോയെല്ലാം എടുത്തു നമ്മൾ. അങ്ങനെ ഇവരുടെ കോഡ് നമ്പറായി എല്ലാ മക്കളും കളിക്കാൻ കയറി. പക്ഷെ ഒരു മോള് മാത്രം പെട്ടെന്ന് ആൾക്കാരെല്ലാം കണ്ടപ്പം ശ്രീനിഹാരിക പെട്ടെന്നൊരു പേടിയായി തോന്നുന്നു വാവക്ക്. അതുകൊണ്ട് കയറിയിട്ടില്ല കേട്ടോ. കരഞ്ഞിട്ട് അവിടെ തന്നെ നിന്നു. അപ്പോൾ അതൊരു സങ്കടമായിപ്പോയി. നല്ലോണം കളിക്കുന്ന മോളുവാണ്. അവളത് നല്ലോണം നല്ല വൃത്തിക്ക് കളിക്കുകയും ചെയ്യൽ. പക്ഷെ അവൾക്ക് എല്ലാവരും കണ്ടപ്പോൾ പെട്ടെന്ന് കുഞ്ഞുമക്കൾക്ക് എങ്ങനെയാണെന്നോ ആ സമയത്ത് തോന്നുന്നു നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതായിപ്പോയി. ബാക്കി എല്ലാ മക്കളും നല്ലോണം കളിക്കുകയും ചെയ്തു. മക്കളെല്ലാവരും നല്ലോണം കളിച്ചപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവർക്കും, ടീച്ചർക്കായാലും അമ്മമാർക്കായാലും എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അംഗനവാടിയിൽ നിന്ന് കളിക്കുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് സ്റ്റേജിൽ നിന്ന് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ മക്കളും. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി നമ്മൾ ഡാൻസ് കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സെല്ലാം മാറ്റി. പിന്നെ സമ്മാനം വേണം എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ തുടങ്ങി പിള്ളേരെല്ലാവരും. അപ്പോൾ അവിടെ സമ്മാനദാന ചടങ്ങൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളെ ഡാൻസിന് സമ്മാനം കിട്ടുമോ, എല്ലാവരും നല്ലോണം കളിക്കണം എന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിട്ട്. സത്യം പറഞ്ഞാൽ മക്കൾ പഠിച്ച പോലെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ടീച്ചറായാലും പിന്നെ ഇവാനി മോളുടെ അമ്മയാണ് അഞ്ചു ആണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ. അപ്പോൾ അവളും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിള്ളേരെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നല്ലോണം പെർഫോം ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. 8 ടീം ഉണ്ടായിരുന്നു. ഡാൻസിൻ്റെ 8 ടീം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സമ്മാനം കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ ഡൗട്ടാണ് ഉണ്ടായത്. എന്തായാലും നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നു. പിന്നെ യാഗ്നിക മോൾക്ക് കഥക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ. അപ്പോൾ മോൾക്കുള്ള സമ്മാനം കിട്ടി. പിന്നെ നമ്മുടെ അംഗൻവാടിയിൽ നിന്നുള്ള ഇവാനിക്ക് ഫാൻസി ഡ്രസ്സിന് 3rd പ്രൈസ് ഉണ്ടായിന്. അവൾക്കുള്ള സമ്മാനം കിട്ടി. അങ്ങനെ ഫൈനലി ഗ്രൂപ്പ് ഡാൻസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ മക്കൾക്ക് 3rd പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും 8 ടീം പങ്കെടുത്ത് 3rd പ്രൈസ് കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി, പിള്ളേരും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. സമ്മാനം കിട്ടിയപ്പോൾ ആദ്യത്തെ ഒരു പെർഫോമൻസസ് തന്നെ സ്റ്റേജിന് തന്നെ സമ്മാനം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്കിതൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള കാര്യങ്ങളാണ് കേട്ടോ. നിച്ചുട്ടി ജനിച്ച് കുറച്ച് കഴിയുമ്പം തന്നെ ഒരുപക്ഷെ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ മുന്നേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കലോത്സവത്തിനെല്ലാം നല്ലോണം പങ്കെടുത്ത് അങ്ങനെ ഒരു മൈൻഡുള്ള ആളായതുകൊണ്ടായിരിക്കും എൻ്റെ മോളും ഒരു പരിപാടിക്ക് പങ്കെടുക്കുക എന്നെല്ലാം പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പങ്കെടുത്ത് ഫസ്റ്റ് എൻ്റെ മോളുടെ സ്റ്റേജ് അതൊരു മെമ്മറി ആയിട്ട് എപ്പോഴും യൂട്യൂബിൽ സൂക്ഷിക്കാനും പറ്റും. അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിച്ചുട്ടി ജനിച്ചത് മുതൽ ഇപ്പം വലിയ കുട്ടിയായിട്ട് ഒരു പരിപാടിക്ക് പങ്കെടുത്തു എന്നെല്ലാം പറയുമ്പം സ്വന്തം വീട്ടിലെ കുട്ടീനെ പോലെ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ അംഗനവാടിക്ക് മൊത്തത്തിലുള്ള
ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അംഗൻവാടിയിൽ വെക്കാനുള്ള. അതും ലാസ്റ്റ് തന്നു. ബ്ലൂ ചുരിദാർ ഇട്ട് തന്നിട്ട് നമ്മുടെ അംഗൻവാടി ടീച്ചർ ഷൈമ ടീച്ചറും നല്ലോണം എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിള്ളേർ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാനായാലും എല്ലാത്തിനും വേണ്ടിയിട്ട് ടീച്ചറും നല്ല അടിപൊളി ടീച്ചറാണ്. അതുകൊണ്ടാണ് മക്കൾ ഇത്തിരി നന്നായിട്ട് എല്ലാത്തിനും പെർഫോം ചെയ്യുന്നതും. എല്ലാം കഴിഞ്ഞിട്ട് മക്കൾ കുറച്ച് നേരം അവിടുത്തെ പാർക്കിൽ കളിച്ചു വിട്ടാൽ. കുറച്ച് നേരം അവിടെ കളിച്ചിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ബാക്കി ഏതായാലും വിശേഷങ്ങളെല്ലാം വീട്ടിലെത്തിയിട്ട് പറയാം. മിച്ചു കൊടുത്തോ? മിച്ചിനെ കാണുന്നില്ലല്ലോ. ഇതാരേ? അപ്പം നിച്ചുട്ടിൻ്റെ പരിപാടിയെല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞ് ഡാൻസിന് സമ്മാനം കിട്ടിയല്ലേ പൊന്നെ? സന്തോഷമായിന് അതുകൊണ്ട്? അതിനേടാ നല്ലോണം കളിച്ചേട്ടാ. കുഞ്ഞുമക്കളെല്ലാം ഉണ്ട്. ഭയങ്കര സന്തോഷമായി. ഇവരൊരു കുട്ടിയുണ്ട് ഇവാനീൻ്റെ അമ്മയാണ് ഇവരെ പഠിപ്പിച്ചത്. അപ്പോൾ നല്ലോണം എഫേർട്ട് എടുത്ത് പഠിപ്പിച്ചതാണ്. അപ്പം അതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടിയോണ്ട് ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. ആ അന്ന് പിന്നെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാനൊന്നും ഒരു ഇതും ഉണ്ടായിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ അന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്ന് ഫുള്ള് എന്നാൽ ടയേർഡായിരുന്നു. രാവിലെ പോയിട്ട് പിന്നെ ഫുള്ള് ഇങ്ങനെ ആയല്ല. അതുകൊണ്ട് നല്ലോണം ടയേർഡാണ് ഉണ്ടായിന്. നിച്ചുട്ടി ആയാലും അതേ വരുമ്പം തന്നെ ഉറങ്ങിക്കൊണ്ടാണ് വന്നേ. പക്ഷെ നല്ല വെയിൽ. എനിക്കും അതെ ഭയങ്കര ക്ഷീണമായിപ്പോയി അന്ന് ഫുള്ള് അവിടെ തന്നെ എൻഗേജ്ഡ് ആയിട്ട്. എന്നാലും മോളെ ഫസ്റ്റ് പരിപാടി അടിപൊളി ആയതുകൊണ്ട് സന്തോഷം. ആ പാട്ട് പാടാനായിട്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് പിന്നെ നിച്ചിന് ഭയങ്കര ഉറക്കവും വിശപ്പും ക്ഷീണവും പിന്നെ കോൾഡിന്റെ ക്ഷീണവും എല്ലാം കൂടി ആയിട്ട് ഒരു മൂടില്ലാത്ത സമയമായിരുന്നു. പിന്നെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, 2 മണിക്കൂറെല്ലാം പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇപ്പൊ കുഞ്ഞുമക്കളെ കാര്യമല്ലേ. അപ്പോൾ ആ സങ്കടം എന്തായാലും ഡാൻസ് കളിച്ചപ്പോൾ മാറിക്കിട്ടി. ഡാൻസിനും കയറൂലോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിനി. ഡാൻസിൽ കയറേണ്ടത് മൊത്തം പിള്ളേർ അത് ബാധിക്കുമല്ലോ. അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിനി. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും കളിച്ചുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി. ചുട്ടിയും കൂടെ മുറ്റത്താണ് ഉള്ളത്. ഞാൻ ചുട്ടി മുറ്റത്ത് കളിക്കുകയാണ്. നമ്മളിവിടെ വലിയ മാവ് ഉണ്ടായിട്ടില്ലേ, അതിൻ്റെ ചില്ലയെല്ലാം വെട്ടീന് കേട്ടോ ഇന്ന്. എന്താണെന്ന് വെച്ചാൽ അത് ഫുള്ള് റോഡിലേക്കും അടുത്ത വീട്ടിലേക്കും നമ്മളെ മേലത്തെ ജനലിലേക്കും. എന്നിട്ട് ബുദ്ധപ്പെട്ടു പോയി നിച്ചു കണ്ടിട്ട്. നീ അത്ഭുതപ്പെട്ടു എന്നാ പറയുന്നിട്ടോ, ബുദ്ധപ്പെട്ടു പോയിന്ന്. അതുകൊണ്ട് അതിൻ്റെ ചില്ലയെല്ലാം മുറിച്ചു. അതുകൊണ്ട് ഫുള്ള് വെയിൽ നമ്മളെ കോലായത്തേക്കും വീട്ടിലേക്കും. അല്ലെങ്കിൽ ഈ സമയമാകുമ്പോൾ നിച്ചുട്ടി കളിക്കുന്നതാണ് ഇവിടെ. പക്ഷെ ഇപ്പോൾ ഒരു രക്ഷയുമില്ല. ഫുള്ള് അത് വലിയ കൊമ്പന്നെ അവർ മുറിച്ച്. ചില്ല വെട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ആ കൊമ്പ് അങ്ങനെ മുറിച്ച്. അപ്പൊക്ക് ഇവിടെ തീരെ സഹിക്കാൻ പറ്റുന്നില്ല വെയിൽ. ഇഷ്ടമായിരുന്നെങ്കിൽ കമന്റ് ചെയ്യണം പറ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം. അതുവരെ തുള്ളിക്ക